ജീവിതത്തിൻ്റെ തകർന്ന വേദനകളും കണ്ണുനീരും അനുഭവങ്ങളും സഹനങ്ങളും അവിടെയൊക്കെ യേശുവിനെ മുറുകെ പിടിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തും വന്നോട്ടെ, കർത്താവിനെ ഉപേക്ഷിച്ചിട്ടൊരു ജീവിതമല്ല, യേശുവിനെ വിട്ടുകൊണ്ട് ഒരു ജീവിതം നമുക്കില്ല. എനിക്ക് ജീവിതത്തിൽ സഹനമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും സന്തോഷമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എനിക്ക് യേശുവിനെ മാത്രം മതി. എനിക്ക് എൻ്റെ യേശുവിനെ വേണം. അവന് വേണ്ടി ഞാൻ ജീവിക്കും, അവന് വേണ്ടി മാത്രം ജീവിക്കും. നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും. നിങ്ങളെല്ലാവരും യേശുവിന് വേണ്ടി ജീവിക്കണം. യേശു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒരു സ്നേഹത്തിൻ്റെ ലഹരിയായിട്ട് നിങ്ങൾക്ക് മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ തന്നവനെ എങ്ങനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റും? നമുക്ക് വേണ്ടി ജീവൻ തന്നവനെ നമുക്കൊരിക്കലും തള്ളിപ്പറയാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട് റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 35 മുതലുള്ള വചനങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. നിന്നെ പ്രതി ദിവസം മുഴുവൻ ഞങ്ങൾ വധിക്കപ്പെടുന്നു, കൊലയ്ക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എന്തുമെന്നോട്ടെ, അവന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ, അവന് വേണ്ടി നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, ജീവിതം, മക്കളെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ജീവിതം നമ്മുടെ ക്രിസ്തുവിന് കൊടുക്കണം. യേശു മതിയെന്നേ, യേശു മാത്രം മതി, മറ്റൊന്നും നമുക്ക് വേണ്ട. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ഭൗതികതയൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കുന്നതാ. ഇതിൻ്റെ അപ്പുറം ഒരു ജീവിതം. ഹല്ലേലൂയ. ഞാനിപ്പോൾ സുവിശേഷ വേലയിൽ ആയിട്ട് ഇത് 38-ാമത്തെ വർഷമാണ്. എൻ്റെ 25-ാമത്തെ വയസ്സിൽ ഞാൻ ധ്യാനം കൂടി. അന്ന് മുതൽ ഇങ്ങനെ ഓടുകയാണ് കർത്താവിന് വേണ്ടി ഉള്ള ശുശ്രൂഷയിൽ. ഒറ്റ ആഗ്രഹമുള്ളൂ, മരിക്കുന്നത് വരെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം, അവന് വേണ്ടി ജീവിക്കണം. ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. പക്ഷേ യേശു എന്ന് പറയുമ്പോൾ അവനോടുള്ള സ്നേഹം ഹൃദയത്തിൽ കത്തുകയ. ഒരു മടുപ്പുമില്ല അവനെ സ്നേഹിക്കുവാൻ, അവന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് ഒരു മടുപ്പുമില്ല. ഹല്ലേലൂയ. ഈ അടുത്ത നാളുകളിലൊക്കെ ഒത്തിരിയേറെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തു വന്നാലും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കും. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും മരണം വരെ ക്രിസ്തുവിനെ പ്രസംഗിക്കും, അവന് വേണ്ടി ജീവിക്കും. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കർത്താവ് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തും വരട്ടെ, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം, അവന് വേണ്ടി ജീവിക്കാം. 2 കൊരിന്തോസ് 5-ാം അധ്യായത്തിൽ 13 തിരുവചനങ്ങൾ. ഞങ്ങൾ ഉന്മത്തരാണെങ്കിൽ അത് ദൈവത്തിന് വേണ്ടിയാണ്, ഞങ്ങൾ സമചിത്തരാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഉന്മത്തരാവുക, യേശുവിന് വേണ്ടി ഉന്മത്തരാവുക. ഉന്മത്തത അത് വേറെ അവസ്ഥയാണ്. കർത്താവെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു തീഷ്ണത കൊണ്ട് നമ്മൾ ജ്വലിക്കുക. ക്രിസ്തുവിനെ മാറ്റി നിർത്തി നമുക്കൊരു ജീവിതമില്ല. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും, അടുത്ത വചനം പറയുന്നു, ജീവിക്കുന്നവർ, വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തതിനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി മാത്രമാകണം. നമ്മുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമാകണം. അവനോടുള്ള സ്നേഹത്താൽ ഒരു ലഹരിയായിട്ട് നമ്മുടെ ജീവിതം മാറേണ്ടിയിരിക്കുന്നു. കരമുയർത്തി കർത്താവായ യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉള്ളു തുറന്നത് സ്തുതിച്ച യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി സഹിച്ച, നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന
യേശുവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. അതൊരു തീരുമാനമായിരിക്കണം. ഈ ജീവിതം യേശുവിന് വേണ്ടി മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് തീരുമാനിക്കണം, കർത്താവ് ഈ ജീവിതം അങ്ങേക്ക് വേണ്ടിയുള്ളതാണ്. ഒരപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്, സഹോദരൻ സഹോദരി അല്ല മക്കളെന്ന നിലയ്ക്ക് ചെയ്യേണ്ട കടമകളും ഉത്തരവാദിത്വങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി ഇവിടെ നിന്ന് അവൻ്റെ രാജ്യത്തിലേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കണം. നിത്യജീവൻ സ്വന്തമാക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിനെ അറിഞ്ഞ് അവനെ സ്വന്തമാക്കി അവന് വേണ്ടി ജീവിച്ച് അവനെ മഹത്വപ്പെടുത്തി സ്വർഗം സ്വന്തമാക്കണം. ഏക സത്യതയുമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിശ്ചയം. യേശുക്രിസ്തുവിനെ അറിയുക, അവനെ അനുഭവിക്കുക, അവനെ സ്വന്തമാക്കുക, അവൻ്റെ സ്നേഹം കൊണ്ട് നിറയുക. ഇതാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച വലിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ. രണ്ടാം ലോകമായ യുദ്ധത്തിന്റെ കാലത്ത് നാസി ഭീകർ പിടിച്ച് ക്രൂരമായി പീഡിപ്പിച്ച, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച ഒരു കപ്പൂച്ചിൻ വൈദികൻ വിശുദ്ധനാണ്. മാക്സിമിലിയൻ കോൾബയെ ജയിലിലടച്ചു. ക്രിസ്തുവിനെ പ്രസംഗിച്ചതിന്റെ പേരിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമലോത്ഭവം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമൊക്കെ ഉണ്ടായിരുന്നു. അസംഷൻ എല്ലാം പൂട്ടിക്കെട്ടി അങ്ങനെ ജയിലിലായി. ആ ജയിലിൽ കിടക്കുമ്പോൾ ഒരു ജയിൽ മുറി എന്ന് പറയാൻ 10, 100, 150 പേരാ കിടക്കുന്നത്. മനുഷ്യനെ പച്ചയ്ക്ക് പീഡിപ്പിച്ചു കൊല്ലുക നാസി ഭീകർ. അങ്ങനെ ക്രൂരമായ ആ കാലഘട്ടത്തിൽ 70 ലക്ഷത്തോളം യഹൂദന്മാരെ നാസി ഭീകർ കൊന്നുകളഞ്ഞു. ക്രൂരമായിട്ട് മനുഷ്യനെ വേട്ടയാടുന്ന സമയം ഈ കത്തോലിക്ക പുരോഹിതൻ, ഈ സന്യാസ വൈദ്യൻ, കപ്പൂച്ചിൻ വൈദ്യനും ജയിലിൽ കിടക്കുക. ജോലി ചെയ്യണം, പീഡിപ്പിക്കും, പട്ടിണി, ഒരു നേരം 2 പീസ് ബ്രെഡ് കിട്ടിയാൽ കിട്ടി, അങ്ങനെ പീഡനത്തിലൂടെ കടന്നു പോകുക. ആ സമയത്ത് അവരുടെ ആ കാരാഗ്രഹത്തിൽ നിന്ന് 2 വ്യക്തികൾ ജയിലിൽ ചാടി രക്ഷപ്പെട്ടു. അപ്പൊ അവിടെ ഒരു നിയമമുണ്ട്, ആരെങ്കിലും ജയിൽ ചാടി രക്ഷപ്പെട്ടാൽ അതിന് പകരമായിട്ട് 10 പേരെ കൊല്ലും, ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കൊല്ലും. അങ്ങനെ ഈ 2 പേര് പോയി അവരന്വേഷിച്ചു. ഒരാളെ പിടികിട്ടി, ഒരുത്തിനെ കിട്ടാനില്ല. അതിന് പകരമായിട്ട് 10 പേരെ തിരഞ്ഞെടുക്കുകയാണ്. 10 പേരെ മാറ്റി നിർത്തി. എന്നിട്ട് അവരെ ഒരു മുറിയിലേക്ക് ഇട്ടിട്ട് പിന്നെ പട്ടിണിക്കിട്ട് പീഡനം തുടങ്ങിയാണ്. ഒരു ചെറുപ്പക്കാരൻ നിലവിളിക്കാൻ തുടങ്ങി. അവൻ്റെ പേര് ഫ്രാൻസിസ് ഗയോണിഷ് എന്നായിരുന്നു. ആ ചെറുപ്പക്കാരൻ നിലവിളിക്കുക, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്, എനിക്ക് ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്. ഈ മനുഷ്യൻ നിലവിളിക്കുക. ആ നിലവിളി ശബ്ദം ഉയരുമ്പോൾ, ആ നിലവിളി ഒന്ന് കരഞ്ഞ് നിലവിളി നിന്നപ്പോൾ ആ കാരാഗ്രഹത്തിൽ നിന്ന് ഒരു വ്യക്തി കരമേറ്റി പിടിച്ച് പറയുകയാണ്, ആ മനുഷ്യനെ വിട്ടയക്കുക, ആ മനുഷ്യന് പകരമായിട്ട് എന്നെ ചേർത്തുകൊള്ളുക. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണ്, എനിക്ക് ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, എനിക്കുള്ളത് യേശു മാത്രം. ആ മനുഷ്യനെ വെറുതെ വിട്ടിട്ട് അതിന് പകരമായിട്ട്, പകരക്കാനായിട്ട് എന്നെ മാറ്റാൻ പറയുകയാണ് ഈ മാക്സിമിലിയൻ കോൾബെ എന്ന കപ്പൂച്ചിൻ പുരോഹിതൻ. പിന്നീട് സംഭവിച്ചത്, പട്ടാളക്കാര് ഈ ഫ്രാൻസിസ് ഗയോണിഷെ പിടിച്ചു മാറ്റുകയാണ്. പിടിച്ചു തള്ളിവിട്ടിട്ട് ഈ മാക്സിമിലിയൻ കോൾബെ ഇവിടെ 10 പേരെ ഒരു ജയിൽ മുറിക്കകത്ത് അടച്ചു. പീഡനവും പട്ടിണിയും ഒന്നും കൊടുക്കത്തില്ല, വെള്ളം പോലും കൊടുക്കത്തില്ല. ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആളുകളെ ക്ഷീണിച്ചു, ആളുകൾ മരിക്കാൻ തുടങ്ങി. അച്ഛൻ ഈ മാക്സിമിലിയൻ കോൾബെ ഓരോരുത്തരെ അവരെ ഒരുക്കി 9 പേര് മരിച്ചു. 9 പേര് മരിച്ചു. 72ാമത്തെ ദിവസമായപ്പോഴത്തേക്കും 9 പേര് മരിച്ചു. ലാസ്റ്റുള്ളത് മാക്സിമിലിയൻ കോൾബെ മാത്രം. അദ്ദേഹം മരിക്കാറായി. പട്ടിണിയും പീഡനവും. 72ാം ദിവസം, അന്നൊരു ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ ദിവസമാണ്. ആ ജയിലിൽ കിടന്ന് 72ാമത്തെ ദിവസം അദ്ദേഹം മരിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ കരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു.
ജോൺ പോൾ സെക്കൻഡ് മാക്സിമിലിയൻ കോൾബയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങ് റോമിൽ നടക്കുമ്പോൾ വിശിഷ്ട അതിഥികളുടെ ഭാഗത്ത് ഫ്രാൻസിസ് ഗയോണിഷും കുടുംബവും ഇരിപ്പുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം കുടുംബം മൊത്തമുണ്ട്. വിശുദ്ധനായ ജോൺ പോൾ മാർപ്പാപ്പ മാക്സിമിലിയൻ കോൾബയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. ആ ബ്യൂള വായിച്ചു. വിശുദ്ധനായിട്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞു. ആ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ഗയോണിഷും കുടുംബവും ആ വിശിഷ്ട അതിഥിയുടെ ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുക. ഫ്രാൻസിസ് ഗയോണിഷ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുക, മാക്സിമിലിയൻ കോൾബെ എനിക്ക് വേണ്ടിയാണ് ജീവൻ തന്നത്, എനിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ മരിച്ചത്. എന്നിട്ട് ഒച്ചത്തൊരു നിലവിളിക്കുക, എനിക്ക് വേണ്ടിയാണ് മാക്സിമിലിയൻ കോൾബയെ മരിച്ചത്. ഹല്ലേലൂയ. കുരിശിലേക്ക് നോക്കിക്കേ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, മാനവരാശിക്ക് മുഴുവൻ വേണ്ടി ക്രിസ്തു ജീവൻ കൊടുത്തു. അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ മനുഷ്യരാശിക്ക് വേണ്ടി ചിന്തപ്പെട്ടു. അവനെ നമുക്ക് സ്വന്തമാക്കണം. എനിക്ക് യേശു മതിയെന്നേ. ഈ ലോകത്തിന്റെ ഒരു നേട്ടങ്ങളും വേണ്ട. എൻ്റെ ജീവൻ ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിന്റെ ഉള്ളിലെ തീരുമാനം ഇതായിരിക്കണം. രോഗം വന്നാലും, സഹനം വന്നാലും, കഷ്ടത വന്നാലും, വീട് ജപ്തി ചെയ്തു പോയാലും, പ്രിയപ്പെട്ടവർ മരിച്ചാലും, ആരൊക്കെ നഷ്ടപ്പെട്ടാലും, എനിക്കെൻ്റെ യേശുവിനെ മതി, എനിക്ക് അവരെ മാത്രം മതി. മാനസാന്തരപ്പെടുന്ന ഓരോ വ്യക്തിയും തീരുമാനമെടുത്തുകൊള്ളുക, എനിക്ക് യേശുവിനെ മതി. എൻ്റെ ജീവിതം ഇനി മരിക്കുന്നത് വരെ, മരിച്ചതിന് ശേഷവും അവന് വേണ്ടി മാത്രമായിരിക്കും. ഒരു ശക്തമായ ഒരു നിലപാട്, തീരുമാനം നിങ്ങൾ എടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.